1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത്. കർണാലിൽ തന്നെയുള്ള ഒർഗോബാൽ നികേതനിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 1982 പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു. ഇത്തരമൊരു വിഷയത്തിൽ ബിരുദമെടുത്ത ആ കോളേജിലെ ഒരേയൊരു വനിതയായിരുന്നു കൽപ്പന ചൗള. ഇതിനു കാരണം കൽപ്പനയുടെ ആകാശത്തിനു പുറമെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അടങ്ങാത്ത ജിജ്ഞാസയായിരുന്നു. ബിരുദാനന്തര ബിരുദ പഠനത്തിന് അമേരിക്കയിലെത്തിയ കൽപ്പന ആർലിംഗ്ടണിലെ ടെക്സസ് സർവകലാശാലയിൽ ചേർന്ന് പഠിച്ച് 1984 എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടി. ഇത് കഴിഞ്ഞ് 1986 സയൻസിൽ രണ്ടാമതൊരു ബിരുദം കൂടി കരസ്ഥമാക്കി. 1988 കൊളറോഡോ സർവകലാശാലയിൽ നിന്ന് PhD എടുത്ത അതേ വർഷം തന്നെ നാസയുടെ കാലിഫോർണിയയിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ ജോലിക്ക് ചേർന്നു. അമേരിക്കയിലെത്തിയ കൽപ്പന പതിയെ എല്ലാത്തരം വിമാനങ്ങൾ ഓടിക്കുന്നതിലും വൈദഗ്ധ്യം നേടി. അതിനിടെ തന്നെ ഒരു പൈലറ്റുമായി അടുപ്പത്തിലായ കൽപ്പന തന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. 1983 ഡിസംബർ 2 വൈമാനിക പരിശീലകനും സാങ്കേതിക എഴുത്തുകാരനുമായ ജെറി പിൻ ഹാരിസനെ വിവാഹം ചെയ്തു. ഇതിനുശേഷമാണ് കൽപ്പനയും അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുന്നത്. 1955 കൽപ്പന ചൗളയുടെ എക്കാലത്തെയും സ്വപ്നമായ ബഹിരാകാശ യാത്രയ്ക്കുള്ള വാതിൽ തുറന്നുകൊണ്ട് നാസയുടെ ഗവേഷണ സംഘത്തിൽ അംഗമാകുന്നത്. കൊളംബിയ എന്ന ബഹിരാകാശ വാഹന ദൗത്യത്തിൽ പങ്കുചേരാൻ വളരെ പ്രതീക്ഷകളോടെ കൽപ്പന അപേക്ഷ നൽകി. വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ പശ്ചാത്തലവും വിമാനം പറത്തുന്നതിലുള്ള വൈദഗ്ധ്യവും എല്ലാം പരിഗണിച്ച് നാസ 1996 കൽപ്പനയെയും യാത്രാ സംഘത്തിൽ അംഗമാക്കി. അങ്ങനെ 1997 നവംബർ 19 5 സഹഗവേഷക സംഘത്തോടൊപ്പം കൊളംബിയ ബഹിരാകാശ വാഹനത്തിൽ കൽപ്പന ചരിത്രത്തിലേക്ക് പറന്നുയർന്നു. നാസയുടെ STS-87 എന്ന ബഹിരാകാശ യാത്രയുടെ ഭാഗമായിരുന്നു കൽപ്പനയുടെ ഈ ആദ്യത്തെ യാത്ര. ഇന്ത്യയിൽ ജനിച്ചവരിൽ രാകേഷ് ശർമ്മയാണ് കൽപ്പനയ്ക്ക് മുൻപ് സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ വാഹനത്തിൽ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തുന്നത്. പക്ഷേ അദ്ദേഹം അന്ന് ഇന്ത്യയെയാണ് യാത്രയിൽ പ്രതിനിധീകരിച്ചതെങ്കിൽ കൽപ്പന അമേരിക്കയെ പ്രതിനിധീകരിച്ച് തന്നെയാണ് ഈ ചരിത്രം കുറിച്ചത്. ആദ്യ യാത്രയിൽ 375 മണിക്കൂറുകളോളം കൽപ്പനയും ബഹിരാകാശത്ത് ചെലവിട്ടു. ഇതിനിടയിൽ സൂര്യന്റെ ഉപരിതല താപത്തെ പറ്റിയുള്ള ഗവേഷണങ്ങൾക്കായി നാസ വികസിപ്പിച്ചെടുത്ത സ്പാർട്ടർ 204 എന്ന കൃത്രിമ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാനും അവർക്ക് ചുമതലയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വച്ച് സംഭവിച്ച ചില പിഴവുകൾ കാരണം ഉപഗ്രഹത്തിന്റെ ഗതി മാറിപ്പോയിരുന്നു. ഇതിന്റെ ഗതി നേരെയാക്കുന്നതിനായി സഹയാത്രികരായ വിൻസ്റ്റൺ സ്കോട്ടിനും താക്കോ ദോയ്ക്കും ബഹിരാകാശത്തിലൂടെ നടക്കുക എന്ന സാഹസിക ദൗത്യം ചെയ്യേണ്ടതായി വന്നു. നിർഭാഗ്യവശാൽ ഈ തകരാറിന്റെ ഉത്തരവാദിത്വം കൽപ്പനയുടെ മുകളിൽ ചെന്നാണ് വീണത്. പക്ഷേ നാസ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സോഫ്റ്റ്വെയറിലെ ഇന്നർ പിഴവുകളെന്ന് കണ്ടെത്തുകയും കൽപ്പനയെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈയൊരു പ്രശ്നം കൊണ്ട് ആദ്യ യാത്രയിൽ തന്നെ കൽപ്പനയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ അവിടെയൊന്നും കൽപ്പന തളർന്നില്ല. നാസയുടെ അടുത്ത മിഷനായ STS-107 എന്ന ബഹിരാകാശ ദൗത്യത്തിലും കൽപ്പനയെ അംഗമാക്കി. 2000 ഈ യാത്ര ആരംഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവർ സഞ്ചരിക്കാനിരുന്ന വാഹനത്തിൽ അടിക്കടി പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര മാറ്റിവെക്കേണ്ടി വന്നു. 2003 ജനുവരി 16 എല്ലാ സാങ്കേതിക പിഴവുകളും പരിഹരിച്ച ശേഷം കൽപ്പന ചൗളയടങ്ങിയ ബഹിരാകാശ വാഹനം രണ്ടാമത്തെ പ്രാവശ്യവും ഭൂമിയിൽ നിന്ന് കുതിച്ചു പൊങ്ങി. ഈ ബഹിരാകാശ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്തുകൊണ്ടാണ് ബഹിരാകാശത്തിൽ ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. 16 ദിവസങ്ങളിലായി 80-ൽ കൂടുതൽ പരീക്ഷണങ്ങളാണ് ഇവർ ഇതിനായി നടത്തിയത്. ഇതിൽ നിന്നും ഇവർ എത്രമാത്രം വിശ്രമമില്ലാതെയാണ് ഈ ജോലികൾ ചെയ്തിരുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. 2003 ഫെബ്രുവരി 1 രാവിലെ കെന്നഡി സ്പേസ് സെന്ററിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ച് സ്പേസ് ഷട്ടിൽ ഭൂമിയിലേക്ക് മടങ്ങി. പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കുറച്ചു കഴിഞ്ഞ് വാഹനത്തിന് ചിറകിൽ നിന്നും ചൂടുള്ള വാതകം പ്രവഹിക്കാൻ തുടങ്ങി. സ്ഥിരത നഷ്ടപ്പെട്ട വാഹനം അനിയന്ത്രിതമായി കറങ്ങുവാൻ തുടങ്ങി. അമിതമായ മർദ്ദത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആകാശത്ത് വച്ച് തന്നെ ഈ വാഹനം പൊട്ടിത്തെറിക്കുകയുണ്ടായി. വിക്ഷേപിച്ച സമയത്ത് തന്നെ സംഭവിച്ച പിഴവുകൾ തന്നെ ആയിരുന്നു ഈ അപ്രതീക്ഷിത അപകടത്തിന് പിന്നിലെന്ന് നാസ പിന്നീട് കണ്ടെത്തുകയുണ്ടായി. കൽപ്പനയെ കൂടാതെ റിക് ഹസ്ബൻഡ്, ലോറൽ ക്ലാർക്ക്, ഐലൻ റാമോൺ, ഡേവിഡ് ബ്രൗൺ, വില്യം മക്കൂൾ, ആൻഡേഴ്സൺ എന്നിവരായിരുന്നു ഈ ഷിപ്പിലെ മറ്റു യാത്രക്കാർ.
കൊളംബിയ ദുരന്തത്തിന് പിന്നാലെ നാസയിലെ ശാസ്ത്രജ്ഞർ പുതുതായി കണ്ടെത്തിയ 7 ചിഹ്നഗ്രഹങ്ങൾക്ക് മരണപ്പെട്ട ഓരോ ക്രൂ അംഗങ്ങളുടെയും പേരുകളാണ് കൊടുത്തത്. ആകാശ സ്മാരകമെന്നാണ് ഇതിനെ അവർ വിളിച്ചിരുന്നത്. ഇതുകൂടാതെ ചൊവ്വയിൽ നാസ കണ്ടെത്തിയ 7 കുന്നുകൾക്കും ഇവരുടെ പേരായിരുന്നു നൽകിയത്. 2010 ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ തുറന്ന ആർലിംഗ്ടൺ കോളേജിൽ കൽപ്പന ചൗളയ്ക്ക് വേണ്ടി ഒരു സ്മാരകം കൂടിയുണ്ടായിരുന്നു. ഇവിടെ പ്രദർശനത്തിനായി കൽപ്പന ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റ് സ്യൂട്ട്, ഫോട്ടോഗ്രാഫുകൾ എന്നിവയുണ്ടായിരുന്നു. തീർച്ചയായും കൽപ്പന ചൗള എക്കാലവും നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു അഭിമാനമാണ്. അതുകൂടാതെ ഒരു തീരാനഷ്ടവും. മരണം എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികവും അസ്വാഭാവികവുമായ രീതികളാവാം. പക്ഷേ നമ്മൾ ജീവന് തുല്യം ആഗ്രഹിച്ച ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിച്ച ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ മരണത്തിൽ പോലും നമ്മുടെ മനസ്സിന് ഒരു പൂർണ്ണതയുണ്ടാകാം. കൽപ്പന ചൗളയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. 30 ദിവസവും 14 മണിക്കൂറുമാണ് 2 മിഷനുകൾക്ക് വേണ്ടി കൽപ്പന ബഹിരാകാശത്ത് ചെലവഴിച്ചത്. കൽപ്പന എന്ന വാക്കിന്റെ അർത്ഥം ആശയം അല്ലെങ്കിൽ ഭാവന എന്നാണ്. അതുപോലെ തന്നെ തന്റെ ഭാവനയിൽ വിരിഞ്ഞ ആ സ്വപ്നമാണ് കൽപ്പനയുടെ പ്രചോദനം. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ധീരവനിത എന്ന ബഹുമതിയോടെ കൽപ്പന ചൗള എന്നും ജീവിച്ചിരിക്കുന്നു ചരിത്ര താളുകളിൽ.